954 954 ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. കാറ്റഗറിയിൽ 22,304 വരെ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. 10,000-ഓളം അടുപ്പിച്ചാണ് ക്ലോസിംഗ് റാങ്ക്, അതും ജനറൽ കാറ്റഗറി, ബട്ട് സെൽഫ് ഫിനാൻസിംഗ് സെക്ടർ ആണ്. 4,446 ഗവൺമെന്റ് BDSന്റെ ക്ലോസിംഗ്. 6,000 റാങ്കിന് വരെ 34-36 റാങ്കുകാർക്ക് വരെ ജനറൽ കാറ്റഗറിയിൽ തന്നെ BDS കിട്ടി, ബട്ട് സെൽഫ് ഫിനാൻസിംഗ് സെക്ടർ ആണെന്നുള്ളത് നോട്ട് ചെയ്യണം. ഹായ് എവരിവൺ, ദിസ് ഇസ് ഏഞ്ചി. സോ നിങ്ങളുടെ കേരള റാങ്ക് ഉപയോഗിച്ച് MBBSനോ BDSനോ ഗവൺമെന്റ് സെക്ടറിലോ സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിലോ ഉള്ള നിങ്ങളുടെ സാധ്യതകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. സോ ആദ്യം MBBS ആണ്. ഗവൺമെന്റ് MBBS തന്നെ നമുക്ക് നോക്കാം. ഈ കാണുന്ന 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളാണ് കേരളത്തിലുള്ളത്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കൊല്ലം, കണ്ണൂർ, കോട്ടയം, മഞ്ചേരി, പാലക്കാട്, കോന്നി, തൃശൂർ ആൻഡ് ട്രിവാൻഡ്രം. യെസ്, ഇതില് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് ഓപ്പൺ കാറ്റഗറിയുടെ ജനറൽ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 954 954 റാങ്കിനാണ് അവസാനമായിട്ട് ഒരു ഗവൺമെന്റ് സീറ്റ് 2024 ലഭിക്കുന്നത്. എറണാകുളത്താണ് അഡ്മിഷൻ ലഭിച്ചത്. ആൻഡ് കാലിക്കറ്റിലെ നമ്മൾ നോക്കുകയാണെങ്കിൽ 275 ആലപ്പുഴയിൽ 849, മഞ്ചേരിയിൽ മലപ്പുറത്ത് 950, ദെൻ കൊല്ലത്ത് 952, കണ്ണൂർ 947, കോട്ടയത്ത് 618, തൃശ്ശൂർ 632 ആൻഡ് ട്രിവാൻഡ്രത്ത് 428 ക്ലോസിംഗ് റാങ്ക് കഴിഞ്ഞ വർഷം വരുന്നത് തേർഡ് അലോട്ട്മെന്റിലൂടെ. ദെൻ ഈഴവ കാറ്റഗറിയുടെ ഗവൺമെന്റ് സാധ്യതകൾ നോക്കുകയാണെങ്കിൽ 1020 ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ട്, 2483 ഇടുക്കിയിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് ക്ലോസിംഗ് റാങ്ക് ആയിട്ട് വന്നിരിക്കുന്നത്. സോ 2400 വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കാലിക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് 495 റാങ്കിനും, കോട്ടയത്ത് 804 റാങ്കിനും, ട്രിവാൻഡ്രത്ത് 690 റാങ്കിനുമാണ് ഈഴവ കാറ്റഗറിയിൽ ഗവൺമെന്റ് MBBS ലഭിച്ചത്. മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ 1729 വരെ കിട്ടിയിട്ടുണ്ട്. ഇടുക്കിയിലാണ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് കോട്ടയത്ത് 744, കാലിക്കറ്റ് 320 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. 970 ആലപ്പുഴയിലും ആൻഡ് 1256 1256 എറണാകുളത്തും അഡ്മിഷൻ ലഭിച്ചിരുന്നു കഴിഞ്ഞ വർഷം. LA കാറ്റഗറിയുടെ കേരള റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ LA കാറ്റഗറി 3101 കഴിഞ്ഞ വർഷം ക്ലോസിംഗ് റാങ്ക് വന്നിട്ടുണ്ട്. 3000 റാങ്കിന് വരെ ഇടുക്കിയിൽ ലഭിച്ചിരുന്നു. ആൻഡ് കാലിക്കറ്റിലെ നോക്കുകയാണെങ്കിൽ 1294, കൊല്ലത്ത് 2410, കണ്ണൂര് 2608, കോട്ടയത്ത് 1929 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, DV കാറ്റഗറി 6000, 5000 മുതൽ 8000 റാങ്കുകാർക്ക് വരെ അഡ്മിഷൻ ലഭിച്ചു. 8490 ഇടുക്കിയിൽ അഡ്മിഷൻ ലഭിച്ചു. ധീവര കാറ്റഗറി. ആലപ്പുഴ TD ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ DV 5549 3575 കാലിക്കറ്റ് കിട്ടി. ദെൻ കോട്ടയം നോക്കുകയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ 5041 അഡ്മിഷൻ ലഭിച്ചു. യെസ്, VK വിശ്വകർമ്മ കാറ്റഗറിയാണ്. 2185 ലഭിച്ചിട്ടുണ്ട്, 2197 ലഭിച്ചിട്ടുണ്ട്, 2197 കോന്നിയിലാണ് ലഭിച്ചത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോന്നി പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള മെഡിക്കൽ കോളേജ് ആണ്. യെസ്, ദെൻ കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ കാലിക്കറ്റിൽ 500 റാങ്കിനാണ് വിശ്വകർമ്മ കാറ്റഗറിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. കോട്ടയം നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് 899 റാങ്കിനും, ദെൻ പാലക്കാട് 1699, ഏകദേശം 1700 അടുപ്പിച്ച് പാലക്കാടും അഡ്മിഷൻ ലഭിച്ചു. ദെൻ BH ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി നോക്കുകയാണ്. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിക്ക് 2253, അതേപോലെ 2236 ഒക്കെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 2253 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇടുക്കിയിലാണ് ലഭിച്ചത്. ദെൻ കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ 686, ദെൻ കോന്നിയിലാണ് 2236 അഡ്മിഷൻ ലഭിച്ചത്. BX ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 4050 4070 4070 വരെ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. ഇടുക്കിയിൽ തന്നെയാണ്. കാലിക്കറ്റ് നോക്കുകയാണെങ്കിൽ 2223 കിട്ടിയത്. 1341 ആലപ്പുഴയിൽ ലഭിച്ചത്. പാലക്കാട് നോക്കുകയാണെങ്കിൽ കോന്നി നോക്കുകയാണെങ്കിൽ 2376. തിരുവനന്തപുരത്ത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കാറ്റഗറി 795 അഡ്മിഷൻ ലഭിച്ചത്. യെസ്, KN കുഷ്യവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ആണ്. 7000, 8000, അതേപോലെ 9880, ഏകദേശം 10000 റാങ്കോളം അടുപ്പിച്ച് ഇടുക്കിയിൽ ഗവൺമെന്റ് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അതേപോലെ 9950 കോന്നിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 7420 തൃശ്ശൂരും
5698 5600 ട്രിവാൻഡ്രത്തും അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് കുടുംബി കമ്മ്യൂണിറ്റി നോക്കുകയാണെങ്കിൽ 11230 ലഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ, 12287 എറണാകുളത്ത് ലഭിച്ചിട്ടുണ്ട്, 14423 ഇടുക്കിയിലും, 14436 കൊല്ലത്തും അഡ്മിഷൻ ലഭിച്ചു. ആൻഡ് കോന്നിയിൽ നോക്കുകയാണെങ്കിൽ 14381 കോന്നിയിൽ ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചു. ആൻഡ് SC കാറ്റഗറിയാണ് നെക്സ്റ്റ് വൺ. 10000 റേഞ്ചിലാണ് പല കോളേജിലും വന്നിരിക്കുന്നത്. ആൻഡ് 14549 അറൌണ്ട് 15,000 15,000 അടുപ്പിച്ച് ഗവൺമെന്റ് സീറ്റ് ലഭിച്ചു. പാലക്കാടാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. ST കാറ്റഗറി നോക്കുകയാണെങ്കിൽ 19,000 ആലപ്പുഴയിൽ ലഭിച്ചു, 18,000 എറണാകുളത്തും, ആൻഡ് 21,000 ഇടുക്കിയിലും അഡ്മിഷൻ ലഭിച്ചു, 21,907. ആൻഡ് 22,304 ST കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. 22,000 പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാടാണ് 22,000 ലഭിച്ചിരിക്കുന്നത്. അതേപോലെ 20,000 റാങ്കുകാർക്ക് കോന്നിയിലും തൃശ്ശൂരും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ST കാറ്റഗറി. EW ഇക്കണോമിക്കലി വീക്കർ സെഷൻ എല്ലാം ഒരു 2000, 1500, 2300 റേഞ്ചാണ്. ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത് 3320 ഇടുക്കിയിലാണ് ക്ലോസിംഗ് റാങ്ക്. ഓക്കെ, യെസ്. ഇനി സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് പോവാണ്. MBBSന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കോളേജുകൾ. ഓക്കെ, 3000, 2000, 6000 റേഞ്ചിലൊക്കെയാണ് വന്നിരിക്കുന്നത്. 10,095 ഏകദേശം 10,000 റാങ്ക് ക്ലോസ് ആയിട്ട് സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ MBBS ലഭിച്ചിട്ടുണ്ട്. പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വയലാറിലാണ് അഡ്മിഷൻ ലഭിച്ചത്. 10,000 റാങ്കിനോട് അടുപ്പിച്ചാണ്. അതേപോലെ 9,020 മൗണ്ട് സിയോണിൽ കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട. 8,869 കരുണ മെഡിക്കൽ കോളേജ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു നമ്പർ 1 പൊസിഷനിൽ വരുന്ന ഒരു കോളേജാണ്, പ്രൈവറ്റ് സെക്ടറിലെ കോളേജാണ് കരുണ മെഡിക്കൽ കോളേജ്. ഈഴവ കാറ്റഗറി 9,660 കരുണയിൽ അഡ്മിഷൻ ലഭിച്ചത്. മുസ്ലിം കാറ്റഗറി 9,225 LA 12,818 ബാക്ക്വേർഡ് ഹിന്ദു 9,177 KN 14,242 ഏകദേശം 15,000 റാങ്കിനോട് ക്ലോസ്ഡ് ആണ് KN. KU 22,278 കരുണയിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. SC കാറ്റഗറി 16,040. യെസ്, SC കാറ്റഗറിക്ക് എന്താ പ്രത്യേകത? അവർക്ക് ട്യൂഷൻ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ അല്ലെ, SC ST OEC കാറ്റഗറികൾക്കൊക്കെ. യെസ്, പുഷ്പഗിരിയിൽ അഡ്മിഷൻ ലഭിക്കുന്നത് ജനറൽ കാറ്റഗറി 3,342 ടോപ്പ് 5 കോളേജുകളിൽ വരുന്ന ഒരു കോളേജാണ്. EZ ഈഴവ 3,780, മുസ്ലിം 3,482, DV 8,215, VK 3,451, SC കാറ്റഗറി 13,541 പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ലാണ്, പത്തനംതിട്ടയിലുള്ള കോളേജാണ്. യെസ്, അതേപോലെ തന്നെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കാലിക്കട്ട് 5,966 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് അവിടെ വന്നിരിക്കുന്നത്. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് 3,997 ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് അവിടെ വന്നിരിക്കുന്നത്. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ആണെങ്കിൽ 2,471 ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ്. 2000 റാങ്കിന് മാത്രമാണ് ഓപ്പൺ കാറ്റഗറിയിൽ അവിടെ ലഭിക്കുന്നത്. 2,500 തന്നെയാണ് ഈഴവ കാറ്റഗറിയിലും മുസ്ലിം കാറ്റഗറിയിലും ആ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. ബാക്ക്വേർഡ് ഹിന്ദു ആണെങ്കിൽ 2,700 ടോപ്പ് റാങ്കുകൾക്ക് മാത്രമാണ് അവിടെ അഡ്മിഷൻ. യെസ്, SC കാറ്റഗറി ആണെങ്കിൽ 14,501, ST 21,645 കഴിഞ്ഞ തവണ ക്ലോസിംഗ് റാങ്ക് ആ കോളേജിൽ വരുന്നത്. യെസ്, ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എറണാകുളമുണ്ട്. 8,182 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ് ട്രിവാൻഡ്രം 7,591 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്. ദെൻ ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലമാണ്. കൊല്ലത്ത് 5,000 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. യെസ്, ആൻഡ് മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ് കോലഞ്ചേരി അഗെയിൻ ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ്. 3,153 അവിടുത്തെ ക്ലോസിംഗ് റാങ്ക് ഓപ്പൺ കാറ്റഗറിയുടെ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. ഈഴവ കാറ്റഗറി 3,618 കഴിഞ്ഞ വർഷം കിട്ടിയത്. അവിടെ 3,523 മുസ്ലിം കാറ്റഗറിയിൽ കിട്ടിയത്. 8,000 റാങ്കിന് DVയും 3,000 റാങ്കിന് ബാക്ക്വേർഡ് ഹിന്ദു 13,000 റാങ്കിന് SC കാറ്റഗറിക്കും ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഓക്കെ, ആൻഡ് അത് കൂടാതെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജുകളാണ്. ബിലീവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജ് ഉണ്ട് ടോപ്പ് 5 തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായില്ലെങ്കിൽ കൂടി ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ്. യെസ്, 3,584 അവിടുത്തെ ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്.
അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശൂർ ടോപ്പ് 5 വരുന്ന ഒരു കോളേജാണ്. 2671 അവിടുത്തെ ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്. അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ 9551, ഏകദേശം 10,000 റാങ്കിനോട് അടുപ്പിച്ചാണ് ഓപ്പൺ കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. 10,000 റാങ്ക് ഉള്ളവർക്ക് ഈഴവയിലും മുസ്ലിം കാറ്റഗറിയിലും അവിടെ അഡ്മിഷൻ ലഭിച്ചു. LA 11,526 അഡ്മിഷൻ ലഭിച്ചു. DV 10,467 കിട്ടി. VK 12,884 കിട്ടി. 9,000 ബാക്ക്വേർഡ് ഹിന്ദുവിന് കിട്ടി. 10,000 10,000 അടുപ്പിച്ച് വരുന്ന BXന് ബാക്ക്വേർഡ് ഹിന്ദു ക്രിസ്ത്യന് കിട്ടി. KN 14,000 കിട്ടി. KU 18,000 അഡ്മിഷൻ ലഭിച്ചു. 16,000 SCയുടെ ക്ലോസിംഗ് റാങ്ക്. STയുടേത് 23,000 അൽ അസറിലെ ക്ലോസിംഗ് റാങ്ക് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി നമ്മൾ BDS നോക്കാം. MBBS പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് BDS. ഗവൺമെന്റ് സെക്ടറിലെ ക്ലോസിംഗ് റാങ്ക് നമുക്ക് നോക്കാം. ഗവൺമെന്റ് സെക്ടറിൽ 4,446 ഗവൺമെന്റ് BDS കഴിഞ്ഞ വർഷം ലഭിക്കുന്നത് ജനറൽ കാറ്റഗറി. ഗവൺമെന്റ് ഡെന്റൽ കോളേജ് കണ്ണൂരാണ് അഡ്മിഷൻ ലഭിച്ചത് 4,446. ഏകദേശം എല്ലാം ആ ഒരു റാങ്കുകാർ തന്നെയാണ്. തൃശ്ശൂര് 4,168, കോട്ടയം 4,006, കാലിക്കറ്റിൽ 2,933 മാത്രമാണ് ലഭിച്ചത് കേട്ടോ. യെസ്. ട്രിവാൻഡ്രത്ത് 3,558 ആലപ്പുഴയിൽ 4,364 അഡ്മിഷൻ ലഭിച്ചു. ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 3,475 കാലിക്കറ്റ് കിട്ടിയത്. ക്ലോസിംഗ് റാങ്ക് വരുന്നത് 6,653. കണ്ണൂരാണ് കുട്ടിക്ക് കിട്ടിയത്. മുസ്ലിം കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക് 5,037. ആലപ്പുഴയിലാണ് 5,000 റാങ്കുകാരന് കിട്ടുന്നത്. കാലിക്കറ്റ് കഴിഞ്ഞ തവണ കിട്ടിയത് 3,789. LA കാറ്റഗറി നോക്കുകയാണെങ്കിൽ 11,780 ക്ലോസിംഗ് റാങ്ക്. കണ്ണൂരാണ് ഡെന്റൽ കോളേജിൽ ലഭിച്ചിരിക്കുന്നത്. ദെൻ കാലിക്കറ്റിനെ നോക്കുകയാണെങ്കിൽ 4,411. ആൻഡ് DVയുടെ ക്ലോസിംഗ് റാങ്ക് 17,137. തൃശ്ശൂരാണ് DVന്റെ ക്ലോസിംഗ് റാങ്ക് 17,000 കിട്ടിയ കുട്ടിക്ക് കിട്ടിയത്. കാലിക്കറ്റിൽ 15,000 റാങ്കുകാരനാണ് കിട്ടിയത്. യെസ്. നെക്സ്റ്റ് വൺ ഇസ് VK കാറ്റഗറി. VK കാറ്റഗറി നോക്കുകയാണെങ്കിൽ 8,815 ക്ലോസിംഗ് റാങ്ക്. ആലപ്പുഴയിലാണ് 8,815 അഡ്മിഷൻ ലഭിക്കുന്നത്. 8,095 കിട്ടി. കണ്ണൂരാണ് കിട്ടുന്നത്. ഓക്കെ. ആൻഡ് 4,000 റാങ്കുകാരാണ് ബാക്കിയുള്ളവരൊക്കെ. കാലിക്കറ്റിൽ 4,166. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 10,485 ക്ലോസിംഗ് റാങ്ക്. ഏകദേശം 10,000 റാങ്ക് ഉള്ളവർക്ക് എവിടെ കിട്ടിയിട്ടുണ്ട്? ആലപ്പുഴയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ണൂരാണ് ക്ലോസിംഗ് റാങ്ക്. 4,700 കാലിക്കറ്റ്. 15,930 ബാക്ക്വേർഡ് ക്രിസ്ത്യന്റെ ക്ലോസിംഗ് റാങ്ക്. കണ്ണൂരാണ് ലഭിച്ചത്. 22,624 KN കാറ്റഗറിയിൽ ലഭിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയത്. KU 21,379. അഗെയിൻ കണ്ണൂരാണ് ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. SC കാറ്റഗറി 18,191 ക്ലോസിംഗ് റാങ്ക്. കണ്ണൂർ തന്നെയാണ്. ST കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്കും അതേ കോളേജിലാണ്. 27,074 കിട്ടിയത്. കാലിക്കറ്റ് 26,000 റാങ്കിനാണ് കിട്ടിയത്. EW കാറ്റഗറി നോക്കുകയാണെങ്കിൽ 5,916 കാലിക്കറ്റ് കിട്ടിയത്. 10,900 10,000 അടുപ്പിച്ച് കണ്ണൂർ ഇക്കണോമിക്കലി വീക്കർ സെഷന് അഡ്മിഷൻ കിട്ടി. അതാണ് അവരുടെ ക്ലോസിംഗ് റാങ്ക്. ഓക്കെ. ലാസ്റ്റ് നമുക്ക് അവരുടെ സെൽഫ് ഫിനാൻസിങ് സെക്ടറും കൂടി ഒന്ന് നോക്കാം. BDSന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ വരുന്ന കോളേജുകളാണ് മക്കളെ. 38,000 റാങ്കിന് വരെ ജനറൽ കാറ്റഗറിയിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ BDS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കാസർഗോഡാണ് 38,001 റാങ്കിന്. യെസ്. അതേപോലെ 20,000 30,000 റാങ്കുകൾക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. 30,000 മലബാർ ഡെന്റൽ കോളേജ് എടപ്പാൾ അഡ്മിഷൻ ലഭിച്ചു ജനറൽ കാറ്റഗറിയിൽ തന്നെ. 36,539 വർക്കലയിൽ അഡ്മിഷൻ ലഭിച്ചു ജനറൽ കാറ്റഗറിയിൽ തന്നെ. യെസ്. 37,000 SC കാറ്റഗറിയിൽ സെയിം കോളേജിൽ അഡ്മിഷൻ കിട്ടി. 37,000 മുസ്ലിം കാറ്റഗറിയിലും ഈഴവ കാറ്റഗറിയിലും DV കാറ്റഗറിയിലും ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറിയിലും അതേ കോളേജിൽ BDSന് സെൽഫ് ഫിനാൻസിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 38,000 റാങ്കുകാർക്ക് വരെ BDSൽ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. യെസ്. ഓക്കെ അല്ലേ? 34,000 കണ്ണൂരിൽ ലഭിച്ചിട്ടുണ്ട്. 16,000 കോതമംഗലം മാർ ബെസേലിയസ് ഡെന്റൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാണ്
BDSന്റെ സെൽഫ് ഫിനാൻസിങ് സെക്ടറിലുള്ള കാര്യം. സോ MBBSും BDSും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇത് കഴിഞ്ഞ വർഷത്തെ സാധ്യതകളാണ്. ഏകദേശം ഇതോടടുപ്പിച്ച് തന്നെയായിരിക്കും ഈ വർഷത്തെയും ക്ലോസിംഗ് റാങ്ക് വരിക. ഒരിക്കലും ഈ സ്കോർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ റാങ്ക് എപ്പോഴും കമ്പയറബിൾ ആണ്. സോ ഈ റാങ്കുകളോട് അടുപ്പിച്ച് തന്നെ ആയിരിക്കണം ഈ വർഷവും വരുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച സീറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ.